ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം കാർത്തിക നക്ഷത്രക്കാർ ഇത് കാണാതെ പോകരുത്. കാർത്തിക നക്ഷത്രക്കാർ ഇതൊന്ന് കാണണം. കാരണം കാർത്തിക നക്ഷത്രക്കാരെ പറ്റിയുള്ള ചില സവിശേഷമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കാർത്തിക നക്ഷത്രവും അതിൻ്റെ പ്രത്യേകതയാണ്. ഇവർ മനഃശക്തിയുള്ളവരായിരിക്കും. ഈ കാർത്തികക്കാര് നല്ല മനഃശക്തിയുള്ളവരായിരിക്കും. ചില കാർത്തിക എന്ന് പറഞ്ഞാൽ കീർത്തി എന്ന് കേൾക്കുന്നാണ് പറഞ്ഞത്. കാർത്തികക്കാര് കീർത്തി കേൾക്കും. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് ഉയർന്ന ലെവലിൽ ജീവിക്കുന്ന ആ കാർത്തിക നക്ഷത്രക്കാരുണ്ട്. ഞാനൊരു രണ്ടുപേരെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. നമ്മുടെ മുൻ മുഖ്യമന്ത്രി നമ്മുടെ കരുണാകരൻ കാർത്തിക നക്ഷത്രക്കാരനായിരുന്നു. അദ്ദേഹം നല്ല മനഃശക്തിയുള്ളവനായിരുന്നു, ഇല്ലേ? രാഷ്ട്രീയക്കാരനാണെങ്കിലും മനഃശക്തിയുള്ള ആളായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അമൃതാനന്ദമയി ദേവി കാർത്തിക നക്ഷത്രവും, അമൃതാനന്ദമയുടെ ദേവിയുടെ നക്ഷത്രം കാർത്തികൻ. അപ്പൊ അങ്ങനെ അതേപോലെ ഒത്തിരി ആൾക്കാരുണ്ട് കാർത്തിക നക്ഷത്രക്കാരൻ. ഞാൻ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടുപേരുടെ പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കാർത്തിക എന്ന് പറഞ്ഞാൽ നക്ഷത്രക്കാർ കീർത്തി കേൾക്കും. ഇവർ മനഃശക്തിയുള്ളവരായിരിക്കും. വിനയം, സ്നേഹം എന്നിവയുള്ളവരായിരിക്കും. വിനയവും സ്നേഹവും ഉള്ളവരായിരിക്കും. അസാധാരണ ബുദ്ധി സാമർഥ്യം ഇവർക്കുണ്ടാവും. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അസാമാന്യ ബുദ്ധി സാമർഥ്യം ഉണ്ടാവും. കാർത്തിക കീർത്തി കേൾക്കുന്ന നക്ഷത്രമാണ്. അന്യർക്ക് ഉപദേശിയായിരിക്കും ഇവര് വലിയ സാരോപദേശങ്ങളൊക്കെ ചെയ്യും, ഇല്ലേ? ഇവര് വളരെ സാരോപദേശികളായിരിക്കും. സാരോപദേശങ്ങൾ കൊടുക്കും. അന്യരെ സഹായിക്കും. സഹാനുഭൂതി ഇവർക്കുണ്ടാവും. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ദാനധർമാദികളിൽ ഇവർക്ക് താല്പര്യം ഉണ്ടാവും. ദാനധർമാദികളിൽ താല്പര്യമുണ്ടാവും. ചെറിയ അസുഖങ്ങൾ എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. അലട്ടിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ പൊതുവെ സമാധാനക്കുറവാണ് ഇവർക്കുള്ളത്. ഇവർക്ക് എപ്പോഴും ഇതുണ്ട് വരും. ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് ഇവർക്ക് പൊതുവെ ഒരു സമാധാനക്കുറവുണ്ടാവും. എന്നാൽ ഇവര് ധൈര്യവാന്മാരായിരിക്കും. ഇവർക്ക് ശത്രുക്കളെ ഏറെ ഉണ്ടാവും. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുഖം നോക്കാതെ ഇവർ പ്രവർത്തിക്കും. ഉദരരോഗവും ശിരോരോഗവും ഇടയ്ക്കിടെ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. ദേഷ്യ സ്വഭാവം, മുൻശുണ്ടി എന്നിവ ഇവർക്കുണ്ടാവും. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ മുൻശുണ്ടിയും വരും. അതാണല്ല ദേഷ്യത്തിന്റെ ഒരു മുൻശുണ്ടി എന്നാണല്ലോ പറയുന്നത്. മുൻശുണ്ടിക്കാരാണ് ഇവര്. ദാമ്പത്യ ജീവിതം പൊതുവെ ഇവരുടെ സന്തോഷമായിരിക്കും. ജീവിത പങ്കാളിയുമായി ഇടയ്ക്കിടെ ഇവർ കലഹിക്കും. പരസ്പര സ്നേഹവും വിശ്വാസവും ഇവർ നിലനിർത്തും. ജീവിതത്തിന് അടുക്കും ചിട്ടയും ഇവർക്കുണ്ടാവും. എടുത്തുചാട്ടം ഉണ്ടാകും. പിന്നീട് ഇവർ ദുഃഖിക്കുകയും ചെയ്യും. ഇവർ എന്തും എടുത്തിയാടി ചെയ്യും. അതനുസരിച്ച് അവർ ദുഃഖിക്കുകയും ചെയ്യും. ബാല്യകാലം വളരെ ക്ലേശകരമായിരിക്കും. ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ബാല്യകാലം വളരെ ക്ലേശകരമായിരിക്കും. 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 20-നും 30-നും ഇടക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഇവരുടേക്ക് 20 വയസ്സിനും 30 വയസ്സിനും ഇടക്ക് അഭിവൃദ്ധി ഉണ്ടാവും. 38 വയസ്സ് മുതൽ 57 വയസ്സ് വരെ സന്തോഷപ്രദമായ ഒരു ജീവിതമായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. 38 വയസ്സ് മുതൽ 58 വയസ്സ് വരെ സന്തോഷപ്രദമായിരിക്കും. 57 വയസ്സിന് ശേഷം ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും സാമ്പത്തികമായി നല്ല ഉയർച്ചയിൽ ഇവരെത്തും. അപ്പൊ കാർത്തിക നക്ഷത്രം എന്ന ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.